ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററെ കണ്ട് കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയിലെ ചില ആവശ്യങ്ങൾ സംബന്ധിച്ച് മെമ്മോറാണ്ടം കൊടുത്തിരുന്നു. അത് കണ്ട് സംസാരിച്ചിട്ട് നേരെ വരുന്ന വഴിയാണ്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും 3-4 കാര്യങ്ങളാണ് നമ്മൾ എടുത്ത് പറഞ്ഞത്. മുൻപ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ചേർത്തുകൂടിയാണ് പറഞ്ഞത്. അത് സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ട് നോക്കാമെന്നുള്ള മറുപടിയാണ് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ശ്രീമതി നിർമ്മലാ സീതാരാമൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. തുടർന്ന് അത് സംബന്ധിച്ച് അതിൻ്റെ ആ പറഞ്ഞ കാര്യങ്ങൾ നോക്കുന്നതിന് ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് കേരളം മുന്നോട്ട് വച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംബന്ധിച്ച് ഉള്ള പരിഗണന വരുമെന്ന് കരുതുന്നു. 3-4 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്, ഈ ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് ഇപ്പോൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഗ്യാരണ്ടി കൊടുത്തിട്ടുള്ള തുകയുടെ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് പ്രത്യേക ഒരു ഫണ്ടായിട്ട് രൂപീകരിക്കണം. ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് വേണം. ആ റിഡംഷൻ ഫണ്ട് രൂപീകരിച്ച് ആ തുക മാറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് തരുന്ന നമ്മുടെ കടപരിധിയിൽ നിന്നും പണം കുറയ്ക്കും. അങ്ങനെ 3300 കോടിയിലധികം രൂപ ഈ വർഷം ആദ്യം നമുക്ക് കിട്ടേണ്ടതിൽ നിന്ന് കുറച്ചിരുന്നു. അപ്പോൾ അത് സംബന്ധിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് സംബന്ധിച്ച് സംസാരിച്ചു. അത് സംബന്ധിച്ചുള്ള ചില നിർദ്ദേശങ്ങൾ കേന്ദ്രം കൂടി പറഞ്ഞിട്ടുണ്ട്. അത് പോസിറ്റീവായിട്ട് നോക്കാമെന്ന് പറഞ്ഞു. അതാണൊരു കാര്യം. ഈ 3300 കോടി രൂപ നമുക്ക് ഈ വർഷം കിട്ടേണ്ടതിൽ നിന്ന് കുറഞ്ഞൊരു പ്രശ്നമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, 1822 കോടി രൂപ നേരത്തെ നമുക്ക് അനുവദിച്ച ഒരു തുക, ഇൻട്രീം ആയിട്ടൊരു ഫണ്ട് ബോറോയിങ്ങിൻ്റെ സ്പേസിൽ അനുവദിച്ച തുക അത് കുറച്ചിരുന്നു. ഈ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കണക്കുകളൊക്കെ വെച്ചിട്ട് അത് സംബന്ധിച്ച് അത് ഒന്നുകൂടി പരിശോധിക്കണമെന്നുള്ള ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ മെമ്മോറാണ്ടത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ചിട്ട് ആ കാര്യങ്ങളും പരിശോധിക്കാൻ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സംസ്ഥാനത്തിന് നാഷണൽ ഹൈവേക്ക് നമ്മൾ കൊടുക്കേണ്ടി വന്ന ഏകദേശം 5600-ലധികം 6000 കോടിയോളം വരുന്ന 5600 ചില്ലാനും കോടി രൂപ നമ്മൾ നാഷണൽ ഹൈവേ പണിയാൻ വേണ്ടിയിട്ട് ഭൂമി എടുക്കാൻ കൊടുത്തിട്ടുണ്ട്. പൊതുവെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഭൂമി എടുക്കാനായിട്ട് കൊടുക്കുന്ന തുക നാഷണൽ ഹൈവേ അതോറിറ്റി NHAI അവരാണ് മുടക്കുന്നത്. കേരളത്തിൽ ഭൂമിക്ക് വളരെ വിലയാണ് എന്നുള്ളത് കൊണ്ട് നാഷണൽ ഹൈവേ നിർമ്മാണം താമസിച്ചപ്പോൾ അതിൻ്റെ ഒരു ഭാഗം കേരളം കൂടി മുടക്കാൻ തയ്യാറായി. ഈ 1ാം പിണറായി സർക്കാരിൻ്റെ സമയത്താണ് തുടങ്ങിയത്. 1ാം LDF ഗവൺമെൻറ്റും 2ാം LDF ഗവൺമെൻറ്റും അതിനായിട്ട് പണം മുടക്കി വലിയ തോതിൽ നമ്മൾ ആ ഭൂമി എടുത്തതുകൊണ്ടാണ് ഇപ്പോൾ വളരെ വേഗത്തിൽ ആ പണി പൂർത്തീകരിക്കാൻ പോകുന്നത്. നല്ലൊരു ഭാഗം പൂർത്തീകരിച്ച് കഴിഞ്ഞു. അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞ അതുകൊണ്ടാണ്. പക്ഷേ അത് മറ്റൊരു സംസ്ഥാനത്തിന്, ഈ ഒരു സ്റ്റേറ്റിൽ ആകെയുള്ള NHന് അത്രയും പണം കൊടുക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ പണം കേരളത്തിൻ്റെ അത് നമ്മൾ മൂലധന നിക്ഷേപം എന്ന നിലയിൽ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന നിലയിൽ ബോറോ ചെയ്തിട്ട് നൽകിയ പണമാണ്. അപ്പോൾ അത് വാസ്തവത്തിൽ നമുക്ക് ആ അഡീഷണൽ ബോറോയിങ് ആയിട്ട് നമുക്ക് കിട്ടേണ്ടതാണ്. NHAയുടെ ഒരു കാര്യത്തിന് വേണ്ടി കൊടുത്ത പണം എന്ന നിലയിൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഫൈനാൻസിൽ കിട്ടേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഒന്നുകൂടി പരിശോധിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ കേന്ദ്ര ധനകാര്യമന്ത്രി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നാലാമത്തെ ഒരു കാര്യം നമ്മൾ പറഞ്ഞത്, ഈ ഒരു 0.5% അഡീഷണൽ ബോറോയിങ് നമ്മൾ ചോദിച്ചിരുന്നു. എല്ലാ സ്റ്റേറ്റുകൾക്കും പുതിയ GST പരിഷ്കാരവും മറ്റു കാര്യങ്ങളും എല്ലാം വരുമ്പോൾ വലിയ തോതിലുള്ള വരുമാന നഷ്ടം ഉണ്ടാകും എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള ഞങ്ങളുടെ റിക്വസ്റ്റ് വെച്ചിട്ടുണ്ട്. അത് പൊതുവിൽ പരിശോധിക്കേണ്ട കാര്യമാണെന്നാണ് പറഞ്ഞത്. അത് പൊതുവിലാണ് പരിശോധിക്കുന്നത്. അത് സ്റ്റേറ്റുകൾക്കെല്ലാം ബാധിക്കുന്നതാണ്. അത് പരിശോധിച്ചിട്ടാണ് അത് നോക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഞങ്ങൾ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. മറ്റൊന്ന്, 965 കോടി രൂപ ഈ കഴിഞ്ഞ വർഷം അവസാനത്തെ IGST സെറ്റിൽമെൻറ്റിനകത്ത് ഈ മൊത്തത്തിലുള്ള ഫണ്ടിലൊരു കുറവ് വന്നിട്ടുണ്ട് ഇന്ത്യ ഗവൺമെൻറ് കയ്യിൽ. ആ കുറവ് വന്നത് ആരാ എടുത്തതെന്ന് കൃത്യമായി അറിയാൻ വയ്യ. അത് ഓരോ സ്റ്റേറ്റിനും കുറച്ച്. അങ്ങനെ കേരളത്തിന് 965 കോടി രൂപ കുറഞ്ഞിരുന്നു. അത് സംബന്ധിച്ചുള്ള പ്രശ്നം ഉന്നയിച്ചിരുന്നു. അത് പരിശോധിക്കാമെന്ന് പറഞ്ഞു. ഇതെല്ലാം ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഞങ്ങളെല്ലാം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്ക് കേന്ദ്ര ധനകാര്യമന്ത്രി വളരെ പോസിറ്റീവായി കാര്യം പരിശോധിക്കാവുന്ന തരത്തിൽ തന്നെയാണ് ആ ചർച്ച തീർന്നത്. അപ്പോൾ പ്രതീക്ഷിക്കുന്നത് അതിനകത്ത് നമ്മളീ പറഞ്ഞ വളരെ ന്യായമായ കാര്യങ്ങളാണ്. അത് ബോധ്യപ്പെടുത്താനായിട്ട് പലതവണയായിട്ട് നമ്മൾ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂടി പങ്കെടുക്കുന്ന നടന്ന ചർച്ചയിൽ ആ കാര്യങ്ങൾ വളരെ സജീവമായിട്ട് ഗൗരവത്തോടുകൂടി പരിശോധിക്കാമെന്നുള്ള തരത്തിൽ തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി പറഞ്ഞത്. അത് നമുക്ക് പ്രതീക്ഷയുണ്ടാക്കുന്നൊരു കാര്യമാണ്. സംസ്ഥാനത്തിൻ്റെ ഈ സാമ്പത്തികമായിട്ടുള്ള ഈ ബുദ്ധിമുട്ടുകളെ, ഇപ്പോൾ പുതിയ സാഹചര്യത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ ആ പണം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അത്രയും നമുക്ക് ലഭിക്കേണ്ടതാണ്. അത് ലഭിക്കുകയാണെങ്കിൽ അത്രയും ആശ്വാസമാവും. അപ്പോൾ പോസിറ്റീവായ കാര്യം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.